ആറാലുമൂട് ഭാഗത്തുണ്ടായ ഒരു ബസ് ആക്സിഡൻ്റാണ്. രണ്ട് KSRTC ബസ്സുകൾ തമ്മിൽ ഇടിച്ചിട്ടുള്ള ഒരുപാട് പേര് ഹോസ്പിറ്റലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര റോങ് ആയിട്ടുള്ള ഇടിയായിരുന്നു തോന്നുന്നു. കാരണം ഇത്രയും വലിയ രീതിക്കുള്ള ഒരു നാശനഷ്ടം. കാരണം റേഡിയേറ്ററൊക്കെ മൊത്തം ഡ്രൈവിംഗ് സൈഡ് മൊത്തം അകത്തോട്ട് പോയിട്ടുണ്ട്. ആൾക്കാർക്ക് നല്ല പരിക്ക് നിംസിൽ കയറ്റി രണ്ടിനും മരിച്ചോന്ന് അറിഞ്ഞൂടാ. മൂക്കിലൊക്കെ പക്കാനുള്ള ഇടിയായിട്ട് രണ്ട് റോങ് ആയിരുന്നു. രണ്ട് റോങ് സൈഡ് കയറി ഇടിച്ച. അപ്പോൾ ഇടി എന്ന് പറയുന്നത് വളരെ ഇത് വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇടിച്ചിട്ട് വേണ്ട അകത്ത് ഡ്രൈവിംഗ് സീറ്റൊന്നും ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഇവിടെ പീസുകളൊക്കെ തെറിച്ച് ഇങ്ങിപ്പുറത്ത് വന്നു. എല്ലാവർക്കും മുഖത്തിനും അതുപോലെ പല്ലും മുഖവും എല്ലാം ഭയങ്കര രീതിക്ക് ഇടിച്ചിട്ട് നിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഒരുപാട് വേറെ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല. എന്തായാലും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. കാരണം ഇപ്പോൾ ഒരു എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് ഇങ്ങനെ ഇടിച്ചതെന്നൊരു പിടിയില്ല. എന്തായാലും ഡ്രൈവർമാർക്ക് 2 പേർക്കും നല്ല രീതിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡൊക്കെ ഈ ഇതിൽ പറ്റിയിരിക്കുന്നു. ഡ്രൈവർമാർ സ്റ്റിയറിങ്ങിൻ്റെ ബ്ലോക്കും എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. മില്ലിങ് വരെ പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ ഭയങ്കര രീതിക്കുള്ള ഒരു ആക്സിഡൻ്റാണ് കേട്ടോ. കണ്ടോ, ഡ്രൈവിംഗ് സൈഡൊക്കെ ഇടിച്ച് കയറിപ്പോയി. ഡ്രൈവറെ എങ്ങനെയാണ് വെളിയിലെടുത്തതെന്നൊരു പിടിയില്ല. കണ്ടോ, ഇടിച്ചിട്ട് ഇത്രയും ഭാഗങ്ങളെല്ലാം ഡ്രൈവിംഗ് സൈഡാണ്. 2 ഡ്രൈവിംഗ് സൈഡ് നല്ല രീതിക്ക് കിട്ടി. 2 ഡ്രൈവർമാർക്ക് എന്തായാലും നല്ല പരിക്ക് കാണും. കാലിനൊക്കെ ഒടിവൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അമ്മാതിരി ഇടിയാണ് ഇടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, സ്റ്റിയറിംഗ് ബോക്സൊക്കെ പൊട്ടിപ്പോയി. മൊത്തത്തിലെല്ലാം പൊട്ടിപ്പോയി. കണക്ഷനെല്ലാം പോയി. ഈ സൈഡിൽ നിന്നുള്ള എല്ലാം റേഡിയേറ്ററൊക്കെ ഇടിച്ച് ഈ ഒരു സൈഡില്ല, ഡ്രൈവിംഗ് സൈഡില്ല. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആൾക്കാരുടെ സ്ഥിതി എന്തോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ബസ്സും അതുകൊണ്ട് ആ ബസ്സുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. രണ്ടും ഇത് പാപ്പനംകോട് ഡിപ്പോയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. പാപ്പനംകോട് ഡിപ്പോയുടെ വണ്ടിയാണ്. PPD ആണ്. ഇത് തിരുവനന്തപുരത്തേക്ക് പോയതും അതുപോലെ തന്നെ അത് നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് വന്നതുമാണ്. നാഗർകോവിൽ രണ്ടും ഫാസ്റ്റ് പാസഞ്ചറാണ് കേട്ടോ. 5:30 മണിക്കാണ്. അപ്പം രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ദുരിതമായിരിക്കും. കാരണം ആ ഒരു സമയത്തായതുകൊണ്ട് ആൾക്കാർക്കൊക്കെ പലതും പറ്റിയതൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാനൊക്കെ ഉള്ളു. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിംസ് ഹോസ്പിറ്റലുണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാവരെയും അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ചുകൂടെ ഗ്യാപ്പൊക്കെ ഇട്ടായിരുന്നു ഒരു താമസം വന്നതിനെ ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാവരും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. കാരണം ഇതൊക്കെ കാണുമ്പോൾ പേടിച്ച് പോകുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും ഒരു ഡ്രൈവിംഗ് ഫീൽഡിലുള്ള ആളാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു പേടി തോന്നുന്ന രീതിയിലുള്ള ഇടിയാണ്. ഡ്രൈവിംഗ് സൈഡ് 2 ഡ്രൈവിംഗ് സൈഡും പോയിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, വണ്ടി വെട്ടിച്ചൊക്കെ വന്ന് ഇടിക്കുന്ന ഒരു ടൈമാണെങ്കിൽ ആൾക്കാർക്ക് അധികം പരിക്കുണ്ടാവില്ല. ഫേസ് ടു ഫേസ് ഇടിയാണ്. ഫേസ് ടു ഫേസിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇത് ഏകദേശം നേരിയ വളവാണ്. ആറാലുമൂട് ചന്ത കഴിഞ്ഞിട്ടുള്ള ഒരു നേരിയ വളവുണ്ട്. എന്നാലും വാഹനങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അപ്പം ഈ ഒരു ആക്സിഡൻറ്റുകൾ ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ 2026 വന്നതിന് ശേഷം ഭയങ്കരമായ ഒരുപാട് ആക്സിഡൻറ്റുകളാണ്. ഞാൻ പത്തനംതിട്ടയ്ക്ക് ഇന്നലെ യാത്ര ചെയ്തതെല്ലാം ഒരുപാട് വാഹനങ്ങൾ ആക്സിഡൻറ്റ് പെട്ടു. ഇനി റാഷ് ഡ്രൈവിംഗ് ആണോ എന്താണ് കാര്യമെന്നൊന്നും ഒരു പിടിയില്ല. അപ്പം എന്തായാലും നമുക്ക് രക്ഷാപ്രവർത്തനമൊക്കെ എല്ലാവർക്കും നടത്താൻ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ എല്ലാവരും എത്തിക്കാൻ കഴിഞ്ഞു. അത് മാത്രമാണ് നമുക്ക് ആകപ്പാടെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. കഴിവതും എല്ലാവരും വാഹനങ്ങൾ ഓടിക്കുമ്പം വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. ബസ്സിലിരുന്ന എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും ബസ്സിലെ മുഖം പല്ലൊക്കെയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈവിംഗ് സൈഡ് എന്തില്ല, ഡ്രൈവിങ്ങിൻ്റെ ആ ഡാഷ്ബോർഡിലൊക്കെ ബ്ലഡൊക്കെയാണ് ഇരിക്കുന്നത്. ഡ്രൈവർക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റിക്കാണും. അത്രയും ഇടി എന്ന് പറഞ്ഞാൽ ഡ്രൈവറെ ഇടിച്ച് തെറിപ്പിക്കുന്ന കാലൊക്കെ ഒടിയുന്ന രീതിക്കുള്ള ഇടിയാണ് ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഭാഗങ്ങളെല്ലാം ഒടിഞ്ഞകത്ത് കയറി പോയിട്ടുണ്ട്. അകത്തൊക്കെ കിടക്കുന്ന കണ്ടില്ലേ, വൈപ്പർ മോട്ടറൊക്കെ തെറിച്ച് പോയി.